നമസ്തേ. സോഷ്യൽ മീഡിയ ഇന്ന് പ്രിവേലൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഫോളോവർ എന്നുള്ളത്. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ആരാണ് ഫോളോവർ എന്നുള്ളത്. പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് നമ്മളെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് സന്തോഷത്തോടു കൂടി നിരീക്ഷിക്കുന്നു, നമ്മൾ സുഹൃത്തായതുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റസ് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ബിഹേവിയർ നോക്കുന്നു, ലൈക്ക് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ഫോളോവർ, എല്ലാ ഫോളോവേഴ്സും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ വളർച്ചയിൽ ജെനുവിനായിട്ടുള്ള സന്തോഷമുള്ള ആളുകൾ, നമ്മുടെ വളർച്ചയിൽ ജെനുവിനായിട്ട് സന്തോഷമില്ലാതെ സന്തോഷം അഭിനയിക്കുന്നതായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ രഹസ്യത്തിൽ നമ്മളോട് മത്സരിക്കുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് അല്പം നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തീർത്തും ബോധമല്ലാണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് എപ്പോഴും കാലുമാറി ചവിട്ടുന്നത് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സന്തോഷത്തിൽ ജെനുവിനായിട്ട് സന്തോഷമുള്ള ഒരു വ്യക്തി, അയാൾ നമ്മൾ ഒരു നേട്ടം ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളോട് പറയും. അപ്പോൾ അയാൾ അഭിനന്ദിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം ആ ഒരു എനർജി നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ജെനുവിനായിട്ടാണ് ഈ വാക്കുകൾ എന്നുള്ളത് നമ്മുടെ ബ്രെയിനിന് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ചില സമയങ്ങളിൽ ചില ആളുകൾ ചിരിക്കും, പക്ഷേ ഉള്ളിൽ നിന്ന് സന്തോഷം ഉണ്ടാവില്ല. ചില ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യും, പക്ഷേ അത് വെറും പുറമേയുള്ള അപ്രീസിയേഷൻ ആയിരിക്കും, ഉള്ളിൽ വളരെയധികം അസൂയായിരിക്കും ഉണ്ടാകുന്നത്. നമ്മുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ, ബന്ധുക്കളിലായിക്കോട്ടെ, സുഹൃത്തുക്കളിലായിക്കോട്ടെ, അങ്ങനെ എവിടെയും ഇങ്ങനെയുള്ള വ്യക്തികളെ വീടിനകത്തും പുറത്തും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്, പല ആളുകൾക്കും അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് വളരെ വിഷമമാണ്. അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകളിൽ തന്നെ ഇങ്ങനെയുള്ള വിത്തുകളുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളുകളിൽ തന്നെ നമ്മൾ ജെനുവിനായിട്ടുള്ള അഭിനന്ദനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് കോൺഷ്യസ് ആകുന്നത് നല്ലതാണ്. കാരണം അത് നമ്മുടെ ബോധമണ്ഡല വികാസത്തിൻ്റെ ഒരു ഭാഗമാണ്, നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തതായിട്ടുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് കമ്പാരിസൺ ആണ്. അവരെ തന്നെയും നമ്മളെയും എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. അതുപോലെ തന്നെ നമ്മളെപ്പോലെ പെർഫോം ചെയ്യുന്ന വേറെ ആളുകളെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ. അല്ലെങ്കിൽ ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല, ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കില്ല, ഇതൊക്കെ നിനക്ക് ചെയ്യാൻ കഴിയുമോ, ഇങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഇവർ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുപോയിടും എന്നുള്ളതാണ്. കാരണം നമുക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാകണം, നമ്മുടെ പെർഫോമൻസ് താഴേക്ക് പോകണം എന്നുള്ളത് തന്നെ. കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങളൊന്നും അയാളെ തളർത്തുകയില്ല. അത് പക്ഷേ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവർ വിചാരിക്കുന്നത് ഇവർ ചോദിക്കുന്ന സമയത്ത് തളരുമെന്നുള്ളതാണ്. പക്ഷേ പല ആളുകളും നമ്മുടെ ചുറ്റിനും നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അത് അവർക്കാണോ പറ്റാത്തത്, അവരെ സംബന്ധിച്ചിടത്തോളം ആണോ പറ്റാത്തത്, അതോ എനിക്ക് പറ്റാത്ത കാര്യമാണോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ താല്പര്യത്തോടു കൂടി ഒരു കാര്യത്തിനെക്കുറിച്ച് ഗൃഹപാഠം ചെയ്തിട്ട് നമ്മൾ ആ കർമ്മത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളത് എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എത്ര വലിയ കാര്യമാണെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ ചുറ്റിനും നിന്ന് ഇങ്ങനെ ഓരോ ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾക്ക് നിയന്ത്രിക്കാനുള്ളതല്ല നമ്മളെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഈ ഒരു അവസരത്തിൽ ബിൽഡ് ചെയ്തെടുക്കണം. അങ്ങനെയാണ് നമുക്കിവരെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറികടക്കാനായിട്ട് സാധിക്കുന്നതും നമ്മുടെ കർമ്മത്തിനെ കൂടുതൽ ഉയർച്ചയിലേക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നുയർന്ന് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നതും. അടുത്തതായിട്ടുള്ള ഇങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർ നമ്മളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെന്നുള്ളതാണ്. അതായത് നമുക്ക് കഴിവില്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അവരും നമ്മളും കൂടെ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കർമ്മമാണെങ്കിൽ പോലും ചിലപ്പോൾ അവർ പറയും നിനക്കിത് സാധിക്കുമോ, അല്ലെങ്കിൽ ഇത് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തീരും. നമ്മുടെ കഴിവിലൊരു വിശ്വാസം ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ നമുക്കതിനുള്ളൊരു കപ്പാസിറ്റി ഇല്ല എന്നുള്ള രീതിയിലുള്ള സബ്റ്റിലായിട്ടുള്ള ഡയലോഗുകളും പ്രവർത്തികളും ഒക്കെ ഈ വ്യക്തികളിൽ നിന്ന് നേരിട്ടും അല്ലാതെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തോ വേറെ ഏതെങ്കിലും വ്യക്തികളുടെ അടുത്തോ പോയി പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥകളായിരിക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്തും നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണം ഏതെങ്കിലും ഒരു സമയത്ത് കണ്ടു എന്നുള്ളതല്ല. ഇതിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ സ്റ്റൈൽ, ഐഡിയാസ് ഒക്കെ ക്വയറ്റ്ലി ഇമിറ്റേറ്റ് ചെയ്യും, എന്നാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ഒന്നും ഉണ്ടാകുകയില്ല. ഒരു അക്നോളജ്മെന്റ് ഇല്ലാതെ അവർ നിങ്ങളെ കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ. ഇതും ഈ പറയുന്ന പോലെ നമ്മളോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന, സൈലന്റ് ആയിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയാണ്. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ തോൽവിയെ പ്രതി വളരെ ക്യൂരിയോസിറ്റി ആയിരിക്കും. ഇയാൾ പരാജയപ്പെട്ടോ, നാശത്തിലേക്കാണോ പോകുന്നത്, ഇയാൾ കർമ്മം ഉപേക്ഷിച്ചിട്ടുണ്ടോ, ഇയാൾ പഴയ പോലെ തന്നെയാണോ, ഉയർന്നു പോവുകയാണോ, ഇതിങ്ങനെ നോക്കിയിരിക്കുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദേ ആർ ക്യൂരിയസ് അബൌട്ട് യുവർ ഫെയിലിയർ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങളെ എപ്പോഴും അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വാച്ചിങ് യു ലൈക്ക് എ കോമ്പറ്റീറ്റർ. ഒരു ഫ്രണ്ടിനെ പോലെ അവർ ഒരിക്കലും ഹെൽപ്പ് ചെയ്യുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യില്ല.
അതാണ് അടുത്തതായിട്ടുള്ളതും അവസാനത്തേതുമായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും നമ്മളെ ഒരു സുഹൃത്തായിട്ടല്ല കാണുന്നത്. ചിലർ നിങ്ങളെ കാണുന്നത് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് കൂടിയാണ്. അപ്പം നിഷ്കളങ്കമായിട്ടുള്ള സുഹൃത്ത് ബന്ധമായിട്ടും സഹപ്രവർത്തക ബന്ധമായിട്ടും അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധമായിട്ടും ഒക്കെ കാണുന്ന ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ചിലപ്പോൾ ഒരു കോമ്പറ്റീഷൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാകാം. അത് മറ്റപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ലക്ഷണങ്ങൾ, ഈ പാറ്റേൺ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചറിയാനായിട്ടും വളരെ സിമ്പിളായിട്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാനായിട്ടും സാധിക്കും. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കുക, അതുവഴി ബോധമണ്ഡലത്തിലൊരു വികാസം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ വീഡിയോയുടെ ഉദ്ദേശം. തുടരുവാൻ വേണ്ടി നിർത്തുകയാണ്. നമസ്തേ.